ഓരോ വീഴ്ചയിൽ നിന്നും വളർച്ചയുടെ തിരിച്ചറിവുകൾ കൂടി രൂപപ്പെടുത്തണം. ജീവിതത്തിൽ ദയനീയ അവസ്ഥകളെ വല്ലപ്പോഴുമെങ്കിലും അഭിമുഖീകരിക്കുന്നത് നല്ലതാണ്. എങ്കിൽ മാത്രമേ സമാന അനുഭവങ്ങൾ ഉള്ളവരുടെ നിവൃത്തികേട് പെട്ടെന്ന് തിരിച്ചറിയാനാകൂ. വീണുകിടക്കുമ്പോൾ വിനീതരായാൽ മാത്രമേ കൈപിടിച്ചുയർത്താൻ ആളുകൾ കാണൂ. അവിടെ ആർക്കും മനസ്സിലാകാത്ത ഭാഷയും പ്രതികരണവും ആണെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല എന്നോർക്കുക. ചിലരുണ്ട് കരയ്ക്കു കയറും വരെ നിലവിളിക്കുകയും കര പറ്റിയ ശേഷം വീണ്ടും അവഹേളിക്കുകയും ചെയ്യുന്നവർ. അവരെ തിരിച്ചറിയുക. മറ്റുള്ളവരുടെ വേദനകൾ കണ്ട് നിങ്ങളുടെ കണ്ണിൽ ഒരിറ്റ് കണ്ണുനീർ പൊടിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ മനുഷ്യത്വം മരവിച്ചിട്ടില്ലെന്നതാണ്. അപരന് ആശ്വാസമേകുന്നതിനേക്കാൾ വലിയ പുണ്യമില്ല. ഒറ്റപ്പെടുന്നവരുടെ കൂടെ ഇരിക്കാൻ ആരെങ്കിലും ഉണ്ടായാൽ അവർ ആത്മവിശ്വാസത്തോടെ നടക്കും. അസഹനീയമായ സന്ദർഭങ്ങളുടെയും തീരാവേദനകളുടെയും നടുവിൽ ഒന്നു തെളിയാൻ പോലുമാകാതെ നിലയുറപ്പിച്ചിരിക്കുന്ന ഒട്ടേറെ പ്രകാശഗോപുരങ്ങളുണ്ട്. ഇത്തിരി എണ്ണ പകർന്നാൽ അവയെല്ലാം കെടാവിളക്കുകളാകും. നുള്ളി നോവിച്ചവരോടുപോലും പകരം വീട്ടാൻ തക്കം പാർത്തിരിക്കുന്നവർക്കിടയിൽ തണൽ മുറിച്ച് മാറ്റിയവരോട് പോലും ക്ഷമിക്കാൻ കഴിയുന്നത് ദൈവികം.